ഹലോ നമസ്കാരം. കിളിക്കോട്ടിലെ പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിധിയും സുധീഷും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്നും അവർ വേർപിരിയാൻ പോകുന്നു എന്നുള്ള കാര്യമൊക്കെ എല്ലാവരും അറിയുന്നുണ്ട്. അതോടുകൂടി ആ കുടുംബം തകർന്നു പോവുകയാണ്. അനിയന്മാരും ചേട്ടനും ഒക്കെ പൊട്ടിക്കരയാണ്. എന്നാൽ നിധി അന്നേരം മനസ്സിലാക്കുകയാണ്, ഞാൻ വിചാരിച്ച അത്ര പോലെയല്ലെന്നും ഇവരൊക്കെ എൻ്റെ സന്തോഷം മാത്രമാണ് ആഗ്രഹിക്കുന്നതെന്നും അവൾ തിരിച്ചറിയുന്നുണ്ട്. അന്ന് രാത്രി സുധീഷും സുഭാഷും ഹരീഷും കൂടിയൊക്കെ സംസാരിക്കുന്നത് നിധി കേൾക്കാൻ ഇടയാകുകയാണ്. ആ കുട്ടി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല. ഇവിടുന്ന് പോകുന്ന സമയത്തും ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല. പോയി കഴിഞ്ഞാൽ അവൾ ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് സന്തോഷിക്കണം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ സന്തോഷവും സമാധാനമൊക്കെ കൊണ്ട് മനസ്സിൽ നിറയണം. അങ്ങനെ വേണം ഓരോ ദിവസവും അവൾക്ക് ഇവിടെ ഉണ്ടാവാൻ എന്ന് പറയണം. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ വേദനിപ്പിക്കുന്ന തരത്തിൽ ആരും ഒന്നും പ്രവർത്തിക്കുകയും പറയുകയും ഒന്നും ചെയ്യരുത് എന്ന് പറയാണ് സുഭാഷ്. അപ്പോൾ സുഭാഷിൻ്റെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് നിധി ചിന്തിക്കുകയാണ്, എത്ര നല്ല കുടുംബമാണ് ഇവരുടേത്. പക്ഷേ തനിക്കിവിടെ തുടരാനാവില്ല. എന്നാലും അവൾ തിരിച്ചു പോകുന്നില്ല എന്നും ബന്ധം വേർപെടുത്തില്ല എന്നൊക്കെ തീരുമാനമെടുക്കുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞ ഭാസ്കറിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് നടന്നത്. നിധിയും സുധീഷും തമ്മിലുള്ള വിവാഹമൊക്കെ വെറും ചടങ്ങ് മാത്രമായിരുന്നു. അതായത് അവർ യഥാർത്ഥത്തിൽ വിവാഹം കഴിച്ചതല്ല, ഇഷ്ടപ്പെട്ടോ സ്നേഹിച്ചോ അങ്ങനെയൊന്നും വിവാഹം കഴിച്ചതല്ല എന്നറിയുന്ന ഭാസ്കറിന് ദേഷ്യം വരികയാണ്. നിധിയുടെയും സുധീഷിൻ്റെയൊക്കെ ഫോട്ടോ അയാൾ ആ ഹോളിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയി കളയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിധിയാകെ ചങ്ക് പിടഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഓരോ എപ്പിസോഡ് കഴിയുന്തോറും അങ്ങനെ ഒരു സംഭവ ബഹുലമായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം നിധി മനസ്സിലാക്കേണ്ട, ഇത്രയൊക്കെ ഇവിടെ താമസിച്ചിട്ടും ഇവരുടെ ഒന്നും അമ്മയുടെ ഫോട്ടോ, സുധീഷിൻ്റെ ഒന്നും അമ്മയുടെ ഫോട്ടോ പോലും ഞാൻ കണ്ടില്ലല്ലോ എന്നൊക്കെ നിധി ഇങ്ങനെ ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിധി സുധീഷിൻ്റെ അമ്മയുടെ ഫോട്ടോ കണ്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ സ്റ്റോറിയിലൂടെ കാണാനായിട്ട് പോകുന്നത്. എന്തുകൊണ്ടായിരിക്കാം നിധി ഷോക്കായിട്ട് നിന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. അങ്ങനെ പതിവ് പോലെ എല്ലാവരും ജോലിക്ക് പോവുകയാണ്. സുഭാഷ് നിധിക്ക് കഴിക്കാനുള്ള ഭക്ഷണം എല്ലാം അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. വിശക്കുമ്പോൾ എടുത്ത് കഴിക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ആ സമയം അവൾ കിച്ചണിൽ ചെന്ന് എല്ലാം നോക്കുന്നുണ്ട്. വളരെ രുചികരമായിട്ടെല്ലാം പാചകം ചെയ്ത് വെച്ചിരിക്കുകയാണ്. പാവം സുഭാഷ് ചേട്ടന് ഒരു ജീവിതം വേണം, അതിനുവേണ്ടി എന്തും ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഈ വീട്ടിൽ എല്ലാവർക്കും നല്ലൊരു അതായത് അവരുടെയൊക്കെ മനസ്സിൽ ഇണങ്ങുന്ന, അവരെയൊക്കെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടികൾ തന്നെ വരണം എന്ന് നിധി ഇങ്ങനെ ചിന്തിക്കുകയാണ്. സുഭാഷ് ചേട്ടന് സുനന്ദ നല്ല മാച്ചാണ്. അതുപോലെ ഹരീഷിനെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടെന്ന് നികേഷ് എപ്പോഴോ പറഞ്ഞത് ഓർക്കുകയാണ്. അവരിവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതമെല്ലാം മാറി മറിയും. പിന്നീട് ഈ വീട് നന്നായി ഒന്ന് പുതുക്കി പണിയണം. അതിനിപ്പോൾ ഇവർ വിചാരിച്ചാൽ കഴിയില്ല. ഇവരുടെ വലിയച്ഛനും അപ്പച്ചിയും ഒക്കെ കരുതണം. എന്നാൽ മാത്രമേ ഈ വീടൊന്ന് സെറ്റപ്പാക്കി എടുക്കാൻ പറ്റൂ എന്നൊക്കെ ഓർത്ത് നിധി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരിക്കും. അപ്പോഴാണ് ഒരു മൂലയിലായിട്ട് കുറേ സാധനങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ടായിരിക്കുന്നത് കാണാട്ടോ. അപ്പോൾ നിധി അതൊക്കെ എടുത്തിങ്ങനെ തട്ടി ഒതുക്കി വെക്കാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ചെയ്യുന്ന സമയത്താണ് അതിൽ കുറച്ച് ഫോട്ടോസൊക്കെ കാണുന്നത്. അങ്ങനെ ഇവരുടെ കുട്ടിക്കാലത്തുള്ള ഫോട്ടോസൊക്കെ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. സുധീഷും സുഭാഷും ഹരീഷും ഒക്കെയുള്ള ഫോട്ടോസൊക്കെ ആയിരുന്നു. അതൊക്കെ നോക്കി ഇങ്ങനെ പഴയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസൊക്കെയാണ്. അതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നിധി. അങ്ങനെ ഓരോ ഫോട്ടോസ് എടുത്ത് നോക്കുന്ന സമയത്തും അതിലൊരു സ്ത്രീയുടെ ഫോട്ടോ കിട്ടുകയാണ്. നിധി അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് ഇത് അവരുടെ അമ്മയാണെന്ന് മനസ്സിലാക്കുകയാണ്. ആ ഫോട്ടോ എടുത്തിങ്ങനെ നോക്കുന്ന സമയത്ത് നിധി അത് കയ്യിലെടുക്കുന്ന സമയത്ത് കുറച്ച് മങ്ങിയ ഫോട്ടോ ആയതുകൊണ്ട് തന്നെ ആ മുഖം വ്യക്തമായിട്ട് അവൾക്ക് കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ചെറുപ്പത്തിൽ ഇവരുടെ എല്ലാം ഫോട്ടോ കാണുമ്പോഴെല്ലാം നിധി ഓർക്കുകയാണ്, മുമ്പ് ഇവരൊക്കെ ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചിരിക്കുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവർ എത്ര സന്തോഷത്തോടെ ആയിരിക്കും ഇവിടെ കഴിഞ്ഞിട്ടുണ്ടാവുക. പിന്നെ എന്താണ് പെട്ടെന്ന് സംഭവിച്ചത്? അച്ഛൻ എന്തിനായിരിക്കും അമ്മയെ കൊന്നത്? ഒരിക്കലും അച്ഛൻ അമ്മയെ കൊല്ലാൻ സാധ്യതയില്ല. അന്ന് സുഭാഷ് ചേട്ടൻ പറഞ്ഞ കാര്യം നിധിയും ഓർക്കുകയാണ്. ശരിയാണ്, അച്ഛൻ അങ്ങനെയൊക്കെ മാറാൻ കാരണം ചിലപ്പോൾ അമ്മയുടെ മരണമായിരിക്കും. ആ മരണത്തിന് കാരണക്കാർ മറ്റാരെങ്കിലും ആയിരിക്കുമോ? സ്വയം കുറ്റമേറ്റ് അച്ഛൻ ജയിലിൽ പോയതാണെങ്കിലും അതെല്ലാം ഓർത്തുകൊണ്ട് അവൾ ആ ഫ്രെയിം ചെയ്ത ഫോട്ടോകളെല്ലാം എടുത്തു നോക്കുകയാണ്. പഴയ ആൽബം ആയതുകൊണ്ട് തന്നെ ഒരുപാട് മങ്ങിപ്പോയിരിക്കുന്നു. അതിലൊറ്റ ഫോട്ടോ പോലും മുഖം വ്യക്തമായി കാണുന്ന രീതിയിലല്ല. അങ്ങനെ ആ ഫോട്ടോകളെല്ലാം മറിക്കുന്നതിനിടയിൽ അതിലൊരൊറ്റ ഫോട്ടോ നന്നായിരിക്കുന്നത് അവൾ കാണുകയാണ്. അവൾ സുഭാഷിൻ്റെയും സുധീഷിൻ്റെയും ഒക്കെ അമ്മയെ കാണാമല്ലോ എന്ന ആഗ്രഹത്തോടെ ആ ഫോട്ടോ എടുത്ത് നോക്കിയതും ഞെട്ടലോടെ അവൾ ആ കാര്യം ഓർക്കുകയാണ്. തൻ്റെ വീട്ടിലെ ചവറ്റുകുട്ടയിൽ കിടന്നിരുന്ന ഒരു സ്ത്രീയുടെ ഫോട്ടോ തന്നെ. അങ്ങനെ ആ ഒരു ഫോട്ടോ ഇങ്ങനെ നോക്കി തിരിച്ചും മറിച്ചും നോക്കി നിൽക്കുന്ന സമയത്ത് തൻ്റെ ഫോണിലേക്ക് ഫോട്ടോ എടുക്കുകയാണ് നിധി കേട്ടോ. അവളുടെ മനസ്സ് വല്ലാതെ ആദിയേറുകയാണ്. തൻ്റെ വീട്ടിലും ഈ സ്ത്രീയുടെ ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ. ഒരിക്കൽ താൻ അത് എടുക്കാൻ പോയപ്പോൾ എന്തിനാ ചവറ്റുകുട്ടയിലൊക്കെ പോയി നോക്കുന്നത്? കൈകാലൊക്കെ കേടാക്കാനാണോ? അവിടേക്ക് പോവേണ്ട, എഴുജന്തുക്കൾ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് അമ്മയും അച്ഛനും കൂടെ അവളെ
ആ സ്റ്റോർ റൂമിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്നതൊക്കെ അവളിങ്ങനെ ഓർക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ സുധീഷിനെ വിളിക്കുന്നുണ്ട്. സുധീഷ് അവളുടെ കോള് കണ്ടതും സന്തോഷത്തോടെ ചോദിക്കുകയാണ്, ആ നിധി എന്താ എന്നെ വിളിച്ചത് എന്നൊക്കെ ചോദിക്കാം. അല്ല, എന്താ എനിക്ക് വിളിക്കാൻ പാടില്ല എന്ന് ചോദിക്കുകയാണ്. അല്ലടോ, താൻ എനിക്ക് ഇതുവരെ കോളൊന്നും അങ്ങനെ ചെയ്യാറില്ലല്ലോ, എന്തെങ്കിലും അത്യാവശ്യമാണെങ്കിൽ 1-2 കോൾ അത്രമാത്രം, ഞാൻ ചുമ്മാ വിളിച്ചതാണ്. അല്ല സുധീഷിൻ്റെ അമ്മയുടെ പേരെന്തായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും സുധീഷ് ഒന്ന് ഷോക്കാവുന്നുണ്ട്. എന്തിനാ ഇപ്പോൾ അമ്മയുടെ പേരൊക്കെ? അല്ല, വെറുതെ അറിയാനാണ്. ഇവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചപ്പോൾ ഓരോന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പോൾ സുധീഷിൻ്റെ അമ്മയുടെ പേരറിയാൻ ഒരാഗ്രഹം. ഓ, അതിപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് നിനക്ക് പറഞ്ഞു തരാമല്ലോ. എന്നാലും പറയുന്നേ. അങ്ങനെ പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ പേര് കേട്ടതും നിധിക്ക് ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാവുകയാണ്. തൻ്റെ വീട്ടിലെ ആ ഫോട്ടോയ്ക്കും ഇവിടെയുള്ള ഫോട്ടോയിലെ അമ്മയ്ക്കും എന്താണ് ബന്ധം എന്ന് അവളിങ്ങനെ ചിന്തിക്കുകയാണ്. അവൾ ഉടനെ തന്നെ നാത്തൂനായ സാന്ദ്രയെ വിളിക്കുന്നുണ്ട്. ചേട്ടത്തി എന്ന് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. അന്ന് ഞാൻ ആ റൂമിൽ കുറച്ച് ഫോട്ടോകളെല്ലാം കൂട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ കണ്ട ഒരു സ്ത്രീയുടെ അതേ ഫോട്ടോ തന്നെയാണ് സുധീഷിൻ്റെ അമ്മയുടെയും. ഇവർ 2 പേരും ഒന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് ഇവിടുത്തെ അച്ഛൻ്റെ പെങ്ങളുടെ ഫോട്ടോ അല്ലേ, അതായത് നമ്മുടെ അപ്പച്ചിയുടെ. അതേ, കുഞ്ഞുനാൾ തൊട്ടേ അപ്പച്ചിയെ കണ്ടൊരു ഓർമ്മ പോലും എനിക്കില്ല. പിന്നെ അപ്പച്ചി എങ്ങനെ ഇവിടെ എത്തി എന്നിങ്ങനെ ചോദിക്കണം. അതെ, എന്തോ കാര്യത്തിൽ അമ്മ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മോളുടെ അപ്പച്ചി ഇഷ്ടപ്പെട്ട ഒരു പുരുഷൻ്റെ കൂടെ ഓടിപ്പോയതാണെന്ന കാര്യം. അന്നു മുതൽ അവർക്കൊക്കെ വളരെ ദേഷ്യവും വെറുപ്പുമാണ്. പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന്. ആ ദേഷ്യത്തിലാണല്ലോ ആ ഫോട്ടോ പോലും ഇവരാരും കൺമുന്നിൽ വെക്കാതെ ആ സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി ഇട്ടത്. അപ്പോൾ നിധി ആ സത്യം ഞെട്ടലോടെ മനസ്സിലാക്കുന്നുണ്ട്. തൻ്റെ അപ്പച്ചിയാണ് സുധീഷിൻ്റെ അമ്മ എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ താൻ സുധീഷിൻ്റെ മുറപ്പെണ്ണായിരിക്കില്ലേ, തന്നെ വെറുതെയല്ല ദൈവം കൂട്ടിയിണക്കിയതെന്ന് അവൾക്ക് തോന്നിപ്പോവുകയാണ്. അവൾ വല്ലായ്മയോടെ ആ ഫോട്ടോ സാന്ദ്രയുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അതേടി മോളെ, ഇവിടെയുള്ള അപ്പച്ചിയുടെ അതേ ഫോട്ടോ തന്നെയാണല്ലോ ഇത്, അത് ഒരാൾ തന്നെയാണ്. എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പച്ചി മരിച്ചിട്ടും ഇവിടുന്ന് ആരും തിരിഞ്ഞു നോക്കിയില്ലേ, അതൊന്നും എനിക്കറിയില്ല മോളെ. ഞാൻ ഇവിടേക്ക് വന്നിട്ട് അധികമായില്ലല്ലോ, എന്നാലും ഇതിപ്പോൾ ടൈം കിട്ടുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്കണം എന്ന് സാന്ദ്രയെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് നിധി. അങ്ങനെ സാന്ദ്ര എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, അതെ നിധി ഇന്ന് എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു, ആ ഫോട്ടോ കണ്ട് ഞാൻ ആകെ ഷോക്കായിപ്പോയി എന്ന് പറയാണ്. അപ്പോൾ നിധി അയച്ചു കൊടുത്ത ഫോട്ടോ കണ്ട് നീ അവൾ അയച്ചെന്ന ഫോട്ടോ നോക്കി നീ എന്തിനാണ് ഷോക്കാവുന്നത് എന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവളോട് സംസാരിക്കരുത് എന്ന് അരുൺ ഇങ്ങനെ ചാടിക്കേറി സാന്ദ്രയോട് പറയണം. അത് പിന്നെ ഞാൻ പറയുന്നതിന് മുൻപ് അവൾ ഇങ്ങനെ ദേഷ്യപ്പെടാതെ ഒരു കാര്യമുണ്ട്, നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടല്ലേ, ഒരു കാര്യമുണ്ട്. ആ സുധീഷിൻ്റെ അമ്മയുടെ ഫോട്ടോ അയച്ചു തന്നു, ആ അമ്മയെ കണ്ടാൽ നിങ്ങളെല്ലാവരും ഞെട്ടും എന്ന് പറയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പകപ്പോടെ നോക്കുന്നുണ്ട്. അങ്ങനെ ഫോണിൽ കണ്ട ഫോട്ടോ ഇവരുടെ എല്ലാവരെയും നേരെ കാണിച്ചു കൊടുക്കുകയാണ്. അവളുടെ അച്ഛൻ അത് കണ്ടതും ഞെട്ടിത്തെറിച്ച് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇതാണോ അവൻ്റെ അമ്മ? അതെ, ഇതിവിടെ സ്റ്റോർ റൂമിൽ കിടന്നിരുന്ന അപ്പച്ചിയുടെ ഫോട്ടോ ഇല്ലേ എന്ന് സാന്ദ്ര ചോദിക്കുകയാണ്. ആ സമയം ആ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് നിധിയുടെ അമ്മയും പറയുന്നുണ്ട്, ശരിയാണല്ലോ, ഇത് എങ്ങനെ സംഭവിച്ചു? അതെ, അന്ന് അവൾ ഒരുത്തൻ്റെ കൂടെ ഓടിപ്പോയി എന്ന് പറഞ്ഞില്ലേ, ഓ അയാളുടെ മകൻ തന്നെയായിരിക്കും നമ്മുടെ മകളെയും കൊണ്ടുപോയത്. അവരെല്ലാം പ്ലാൻ ചെയ്തിട്ട് തന്നെ അവളെ കൊണ്ടുപോയതാണ്. അങ്ങനെയൊന്നും ആയിരിക്കില്ല, നിധി ഇപ്പോഴാണ് ഈ കാര്യം പോലും അറിയുന്നത്. അതെ, ഇതൊക്കെ അവൻ്റെ പ്ലാനാ, പക്ഷേ ഇവരിപ്പോൾ ജീവിച്ചിരിപ്പില്ല, മരിച്ചു പോയിട്ടുണ്ട് എന്ന് ഇങ്ങനെ അറിയിക്കുകയാണ് സാന്ദ്ര അവരെ. ഞങ്ങളെല്ലാവരെയും നാണം കെടുത്തിക്കൊണ്ടാണ് അന്ന് അവൾ അവൻ്റെ കൂടെ പോയത്. അതിനുള്ള ശിക്ഷ അവൾ അനുഭവിച്ചു. പിന്നെ ഞങ്ങൾ കേസിനും പിടിവള്ളിക്കൊന്നും പോയില്ല. അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഭാസ്കരൻ തന്നെയാണ് അവളുടെ ഭർത്താവ് എന്ന കാര്യം ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ അച്ഛനും മക്കളും കൂടി കരുതി കൂട്ടി തൻ്റെ മകളെ കരുവാക്കിയതാണ്. മുറപ്പെണ്ണാണെന്ന അധികാരത്തിലായിരിക്കും അവൻ അവളെ കൊണ്ടുപോയത് എന്ന് എങ്ങനെ നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട്. അങ്ങനെ നിധിയോട് സാന്ദ്ര കാര്യം പറയാണ്. അപ്പോൾ സാന്ദ്രേച്ചി, ഇങ്ങനെയൊക്കെയാണോ സംഭവങ്ങൾ? ഇത് വളരെ അത്ഭുതമായിരിക്കുന്നല്ലോ എന്ന് പറയുന്നുണ്ട്. മോളെ, ഇവിടെ എല്ലാവരും പറയുന്നത് കരുതിക്കൂട്ടി നിന്നെ അവിടേക്ക് കൊണ്ടുപോയതാണെന്നാണ്, ഇവരോടുള്ള പക തീർക്കാനായിട്ട്. നീ സ്വന്തം മുറപ്പെണ്ണല്ലേ? അയ്യോ, അങ്ങനെയൊന്നും ആയിരിക്കില്ല. എൻ്റെ അപ്പച്ചിയാണ് അമ്മ എന്ന കാര്യം പോലും അവർക്കറിയത്തില്ല. ഞാനാ ഇന്ന് ആ ഫോട്ടോ കണ്ടത്. എനിക്ക് അവിടെ കണ്ട ഓർമ്മയിലാണ് സാന്ദ്രേച്ചിക്ക് അയച്ചു തന്നത്. പക്ഷെ അവർക്ക് അതെല്ലാം അറിയാമായിരിക്കും. എന്താണെങ്കിലും സ്വന്തം അമ്മയുടെ കുടുംബം എവിടെയാണെന്ന കാര്യമൊക്കെ അവർക്കറിയാവുന്ന കാര്യമല്ലേ. അങ്ങനെ മോളെ ട്രാപ്പ് ചെയ്തതാണെന്ന് ഇവിടെ എല്ലാവരും പറയുന്നത് എന്ന് പറയുമ്പോൾ എന്ത് വർത്താനമായി പറയുന്നത്? ഇത് അങ്ങനെയൊന്നുമല്ല സാന്ദ്രേച്ചി, ഞാൻ പിന്നെ വിളിക്കാം, ഇപ്പോൾ സംസാരിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ നിധി ഓരോ കാര്യം ആലോചിച്ച് നിൽക്കുകയായിരിക്കും. ആ സമയത്ത് സുഭാഷ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ നിധി ആ ഫോട്ടോയിൽ നോക്കി നിൽക്കുന്നത് കാണുകയാണ്.
ആ മോളെ എന്താ കാണിക്കുന്നത്, ഇത് ആരുടെ ഫോട്ടോയാ? അവൻ ഫോട്ടോ എടുത്ത് നോക്കുന്നു. ഓ അമ്മയുടെ ഫോട്ടോയാണോ? അതെ, അമ്മയുടെ നാട് എവിടെയാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, അച്ഛനൊന്നും പറഞ്ഞില്ല എന്ന് പറയാണ്. അമ്മയും അച്ഛനും സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണ്. അമ്മയുടെ കുടുംബമൊക്കെ ഉപേക്ഷിച്ച് അച്ഛൻ്റെ കൂടെ പോന്നതാണെന്ന് കേട്ടിട്ടുണ്ട്. അന്വേഷിച്ചിട്ടില്ലേ എവിടെയാണെന്ന് നിധി ചോദിക്കുമ്പോൾ ആർക്കറിയാം, ആർക്കും അറിയില്ല അത് എവിടെയാണെന്ന കാര്യം. ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല എന്ന് പറയാണ്. എന്നാലും അമ്മയുടെ ആളുകളെക്കുറിച്ചൊക്കെ അന്വേഷിക്കണ്ടേ? അല്ല മോൾക്ക് ഇപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ ഒരാഗ്രഹം അമ്മയെക്കുറിച്ച് അറിയാൻ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ സുഭാഷിന് തോന്നുകയാണ് നിധിക്ക് എന്തൊക്കെയോ അറിയാമെന്ന്. അല്ല മോൾ എന്തിനാ ഇപ്പോൾ സ്റ്റോർ റൂമിലൊക്കെ പോയി ആ പഴയ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല ഒന്നുമില്ല, വെറുതെ പൊടി പിടിച്ച് കിടക്കുകയായിരുന്നില്ലേ, ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് കരുതി, അപ്പോഴാണ് അമ്മയുടെ ഫോട്ടോ കിട്ടിയത് എന്ന് പറയണം. മരിച്ചു പോയവരുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കത്തിക്കുന്നത് നല്ലതാണ് എന്ന് നിധി സുഭാഷിനോട് പറയുമ്പോൾ അവൾ ആ ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ വീണ്ടും സുഭാഷ് ചോദിക്കുകയാണ്, അല്ല നിധി എന്തെങ്കിലും മോൾ മറയ്ക്കുന്നുണ്ടോ? അല്ല, എന്നാലും എന്തോ ഒന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് പറഞ്ഞ് നിധി പോകുമ്പോൾ സാന്ദ്രയുടെ കോള് വരികയാണ്. സാന്ദ്ര വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ അവളോട് പറയുന്നുണ്ട്. ഇതെല്ലാം സുഭാഷ് കേൾക്കണം. നിധി തിരിഞ്ഞു നോക്കുമ്പോൾ സുഭാഷ് എല്ലാം കേട്ടെന്ന് അവൾക്ക് മനസ്സിലാവുകയാണ്. അല്ല, ഇവിടുത്തെ അമ്മയും നിധിയുടെ വീട്ടുകാരും തമ്മിൽ എന്താ കുഴപ്പം എന്ന് സുഭാഷ് ചോദിക്കുകയാണ്. അത് പിന്നെ എൻ്റെ അപ്പച്ചിയാണ് നിങ്ങളുടെ അമ്മ, അതായത് എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ. ചെറുപ്പത്തിലെ ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഓടിപ്പോയെന്ന കാരണത്താൽ അവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. മോളെ നീ എന്താ പറയുന്നത്? നീ പറയുന്നത് സത്യമാണോ? അതെ, എൻ്റെ വീട്ടിലും ഈ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്. സംശയം തോന്നി സാന്ദ്രേച്ചിക്ക് ഞാൻ അയച്ചു കൊടുത്തതാണ്. ചേച്ചിയാണ് കൺഫേം ചെയ്തത്. ആഹാ, അത് കൊള്ളാമല്ലോ. അപ്പോൾ ചേച്ചിയും ഞങ്ങളും ബന്ധുക്കളാണല്ലേ? അപ്പോൾ നിങ്ങളൊക്കെ എൻ്റെ ബന്ധു? അതെ, എൻ്റെ അമ്മാവൻ്റെ മകളാണ് എന്ന് പറയാണ്. അതായത് സുധീഷേട്ടൻ്റെ മുറപ്പെണ്ണാണെന്ന് അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് നികേഷ് അങ്ങോട്ടേക്ക് വരികയാണ്. എടാ പോടാ, നീയൊന്നും മിണ്ടാതിരിക്കുന്നത്, നിനക്കെന്താ പഠിക്കാനില്ലേ എന്ന് ചോദിച്ച് സുഭാഷ് അവനെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. വേണ്ട സുഭാഷേട്ടാ, ഇനി ഞാൻ പോകത്തില്ല, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ഞാൻ കേട്ടില്ലെന്ന് കരുതിയോ? പക്ഷേ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു കുടുംബമുണ്ടെന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ചുമ്മാതല്ല ചേച്ചിക്ക് ചേട്ടനോട് ഒരു ഡ്രൈവറായിട്ടാണെങ്കിലും ഒരു ഇഷ്ടമൊക്കെ തോന്നിയത്, ഈ കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് വരാൻ തോന്നിയത് എന്ന് പറയണേ. എടാ നിന്നോട് പോകാൻ പറഞ്ഞല്ലോ, നിധിയുടെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ലെന്ന കാര്യം നമ്മളോട് തുറന്ന് പറഞ്ഞതല്ലേ എന്ന് പറയണം. എന്തായാലും ഇനി ആ ഇഷ്ടമൊക്കെ ഉണ്ടായിക്കോട്ടെ കേട്ടോ, മുറച്ചെറുക്കനല്ലേ. നിധിയുടെ ഉള്ളിലും ആ ഒരു സമയത്ത് സുധീഷിനോട് ഇഷ്ടം തോന്നി തുടങ്ങുകയാണ്. സുധീഷ് താൻ കരുതുന്ന പോലെയല്ല, നുണ പറയുന്നുണ്ടെങ്കിലും അതിന് തക്കതായ കാരണമുണ്ടെന്നും മനസ്സുകൊണ്ട് അവളെന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് നിധി തിരിച്ചറിയുന്ന ഒരു എപ്പിസോഡാണിത്. സുധീഷിൻ്റെ മുറപ്പെണ്ണ് തന്നെയാണ് നിധി. സുധീഷിൻ്റെ അമ്മ നിധിയുടെ അപ്പച്ചിയാണ്. ഈ ഒരു സ്റ്റോറി നമുക്ക് ഉടനെ തന്നെ കാണാൻ കഴിയും. അപ്പോൾ ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ.